SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ ദിവസത്തെ ശരീരഭാഷ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. ഇതുവരെ കാണാത്ത രീതിയിലാണ് ദൃശ്യമാധ്യമങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം കണ്ടത്. മൈക്ക് വരെ തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലേക്ക്. അങ്ങനെയൊന്നും സാധാരണ കാണുന്നില്ല. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതാം. പക്ഷേ ആ ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ SNDPക്ക് സ്കൂളോ കോളേജോ ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അനുമതി സർക്കാർ നൽകുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം, ഈ കഴിഞ്ഞ 9.5 വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാരാണോ? ഈ ഒരു ഒറ്റ ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. എങ്ങനെയാണ് അത് നോക്കിക്കാണുക? അല്ല, വെള്ളാപ്പള്ളി എങ്ങനെ പെരുമാറ്റം എങ്ങനെയാണെന്നൊന്നും പറയുന്നതിലൊരു കഥയില്ല. എനിക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി ഇന്ന് വെറുക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് കക്ഷിയൊക്കെ പോട്ടെ, വെള്ളാപ്പള്ളി BJPയുടെ കൂടെ, LDFൻ്റെ കൂടെ, UDFൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള എനിക്ക് വിഷയമല്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് BJPയേക്കാൾ ശക്തമായി ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് തന്നെ നമുക്കത് പറയേണ്ടി വരും. ഞാൻ ഒരു ഫോബിയയ്ക്കും അനുകൂലമല്ല. ഹിന്ദു ഫോബിയ, ഇസ്ലാമോഫോബിയ, നായർ ഫോബിയ ഒന്നും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. കാരണം ഓരോരുത്തർക്കും അവരവൻ്റെ സംസ്കാരവും സംഗതിയുണ്ട്, അവർ പറയട്ടെ. ഇവിടെ ഇപ്പോൾ നേരത്തെ സിനു ചോദിച്ച ഒരു കാര്യം, വയനാട്, കാസർഗോഡ്, മലപ്പുറം ഇവർക്ക് കോളേജില്ല. നുണയല്ലേ അത്? മലബാറിൽ എത്ര കോളേജ് ഉണ്ട് ഇവർക്ക്? കണ്ണൂർ SM കോളേജ് ആരുടെ? അല്ല, ഈ ജില്ലകൾ മൂന്നെണ്ണം പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞ് നീലേശ്വരത്തുണ്ട്. നീലേശ്വരത്ത് കാസർഗോഡ് ജില്ലയാണ്. ഇവർക്ക് കോളേജ് ഉണ്ടോ സ്കൂളുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഒന്ന് സർക്കാരാണ്. ഇവർക്ക് അത് ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നു, ഭൂമിയുണ്ടോ നിങ്ങൾക്ക് അവിടെ? ഞങ്ങൾക്ക് ഭൂമിയുണ്ടല്ലോ. ഭൂമി ഉണ്ടായിട്ടും 9.5 വർഷമായി അനുമതി കൊടുക്കാത്ത പിണറായി സർക്കാർ എന്നല്ലേ ഇയാൾ പറയേണ്ടത്. കാരണം മറ്റുള്ളവർ പോട്ടെ, ഇപ്പോൾ 11 മുതൽ 16 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തില്ല. പക്ഷേ 2006 മുതൽ 2026 20 വർഷത്തിൽ 15 വർഷവും ഭരിച്ചത് LDF സർക്കാരാണ് കേരളത്തിൽ. കഴിഞ്ഞ 20 വർഷത്തിൽ 15 വർഷം എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം. ആ കാലത്ത് ഒരിക്കൽ പോലും കോളേജ് കിട്ടാതിരുന്നിട്ട് അതിന് UDF ആണ് കുഴപ്പം, മുസ്ലിം ലീഗാണ് കുഴപ്പം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? അതുമാത്രമല്ല, അങ്ങേരന്ന് സ്കൂളിൻ്റെ കോളേജിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞു. മലപ്പുറത്ത് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല, മലപ്പുറത്ത് ചെന്നാൽ പ്രശ്നമാണ്. അങ്ങനെ അത് ഇസ്ലാമോഫോബിയ പറയാൻ വേണ്ടി തന്നെയാണ്. ഇത് വളരെ ക്ലിയറായി നിന്നിട്ടും നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രി കയറ്റിയത് ഇപ്പോൾ CPIയും മറ്റെല്ലാവരും ഒരു പരിധിവരെ CPMനും അറിയാം അത് അബദ്ധമായിന്ന്. പക്ഷേ എന്തുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു വർഗീയവാദിയെ കൂടെ ഇരുത്തിയിട്ട് മറ്റത്തൂരിൽ ഏതോ 4 പഞ്ചായത്ത് മെമ്പർമാർ അങ്ങോട്ടോ അങ്ങോട്ടോ പോയി എന്ന് പറഞ്ഞ് BJP സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിനൊക്കെ നോക്കുമ്പോൾ അതിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിലെയാണ്. അവർ ചെയ്തോ ചെയ്തില്ലയോ, അത് ചെയ്തത് തെറ്റെങ്കിൽ തെറ്റ്, പ്രശ്നമല്ല. പക്ഷെ ഇവിടെ അതല്ല. കേരളം മുഴുവൻ ഇസ്ലാമോഫോബിക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കൂടെ ഇരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പണി ചെയ്യുക. അദ്ദേഹം PM ശ്രീയെ സപ്പോർട്ട് ചെയ്തു, അദ്ദേഹം മോഡിയെ പല പ്രാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ആളെ കാറിൽ കയറ്റിയിരുത്തി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്, ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ കാറിൽ കയറ്റില്ല എന്ന് പറയുന്നത് വേറെ കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് അടി കിട്ടിയതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് മലബാറിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ബോഡി ലാംഗ്വേജാണ്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ടറുടെ പേരും കൂടി ശ്രദ്ധിക്കുക, റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറിൻ്റെ പേര് കൂടി ശ്രദ്ധിക്കുക. ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് കൂടി കേട്ടിട്ടാണ് അയാൾക്ക് വല്ലാതെ ഇഷ്ടം. അദ്ദേഹം ആലപ്പുഴയിൽ നേരത്തെ ജോലി ഉണ്ട്. അതെ, അല്ല, റിപ്പോർട്ടർ പേര് ഞാൻ പറയുന്നില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ വർഗീയത ഉണ്ടാക്കാൻ കാണുന്നില്ല. പക്ഷേ വളരെ കൃത്യമായി അടിക്കുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ലോകത്തുള്ള എല്ലാ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറ്റേ കേസുകളുടെ കഴിഞ്ഞിറങ്ങിയ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ആ വിഷയം എടുത്തേയില്ല. സ്വന്തം റിപ്പോർട്ടറെ തല്ലി പുറത്താക്കിയിട്ട് റിപ്പോർട്ടർ എന്തുകൊണ്ട് സ്വന്തം റിപ്പോർട്ടറെ തല്ലി പുറത്താക്കി? കോഫി കുടിക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ വൈകുന്നേരം വട്ടം കൂടിയിരിക്കുമ്പോഴോ എഡിറ്റർ മീറ്റിലോ എവിടെയെങ്കിലും ഇതൊന്നും വരണ്ടേ? അപ്പോൾ അവിടെ താല്പര്യമുണ്ട്. അപ്പോൾ അതാണ് കേരള രാഷ്ട്രീയത്തിൽ മീഡിയ രാഷ്ട്രീയം ഞാൻ കാണുന്നത്. നേരെ മറിച്ച് വേറെ ഏത് ചാനലാവട്ടെ, ആ അവരുടെ റിപ്പോർട്ടറെ തള്ളിക്കഴിഞ്ഞാൽ ആ ചാനലെങ്കിലും ചുരുങ്ങിയതെന്ന് വൈകുന്നേരം കാണിക്കും. പക്ഷെ ഇതിപ്പോൾ ബാക്കി ചാനലൊക്കെ കാണിച്ചു, അതിലൊരു ചർച്ച റിപ്പോർട്ടറിലില്ല. ഞാൻ പറഞ്ഞു, അത് തന്നെ ഇതിലൊരു വലിയ അന്തർധാര രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. കാരണം റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ പിണറായി വിജയൻ്റെ PR വർക്കാണ് ഒരു പരിധിവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അരുണൊക്കെ. ആ അർത്ഥത്തിൽ ഇതും കൂടി ചേർത്ത് വായിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ അത് തന്നെയാണ് CPI പറഞ്ഞതും അത് തന്നെയാണ് ജനങ്ങൾ പറയുന്നതും. ഈ പിണറായി വിജയൻ്റെ PR വർക്കാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. അത്
LDF സംബന്ധിച്ചിടത്തോളം മാരകമായ ഒരു അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരും. സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ വർഗീയ പരാമർശം അല്ലെങ്കിൽ വർഗീയതയെക്കുറിച്ചൊക്കെ എപ്പോഴാണ് വെള്ളാപ്പള്ളി പറഞ്ഞതെന്ന് അറിയിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ദേശീയ ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുക്കുന്നു. ഈ അഭിമുഖം കേരളത്തിൽ ചർച്ചയാകാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളാപ്പള്ളി വന്നിച്ച് മലപ്പുറത്ത് ഇത്തരം ഒരു പരാമർശം നടത്തും. അപ്പോൾ കൃത്യമായിട്ട് പിണറായി സ്പോൺസർ ചെയ്യുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? തെറ്റു പറയാനൊന്നും പറ്റില്ലല്ലോ. കാരണം പിണറായി അത് ഓൺ ചെയ്യുന്നുണ്ടല്ലോ. കാരണം പിണറായി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഈ ജില്ലാ കമ്മിറ്റികൾ, അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ജില്ലാ കമ്മിറ്റികളുടെ അവലോകനത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഒക്കെ 2 കാര്യങ്ങൾ അവർ പറഞ്ഞു. 1, ശബരിമല തിരിച്ചടിച്ചു. 2, പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് അത് ആവശ്യമില്ലാത്ത നടപടിയായിരുന്നു എന്ന്. ഈ 2 കാര്യങ്ങളെയും പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി അത്ര വിഷയമല്ല. അദ്ദേഹം പറഞ്ഞു ശബരിമല അയ്യപ്പൻ ഇതിലൊരു വിഷയമല്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്നേക്കാൾ പ്രായമുള്ള ആളില്ലേ, ഒരു മര്യാദയില്ലേ, അങ്ങനെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് അവിടെയും പ്രതിരോധം തീർത്തു. പിന്നെ ഈ മലബാറിലെ കാര്യം, മലബാറിൽ എന്താണ് അതിന് SNDP ശക്തമായിരുന്നത്? മലബാറിലെ SNDP ശാഖകളുണ്ടോ? അവിടെയൊക്കെ വിരലിൽ എണ്ണാവുന്ന അരയക്കണ്ടി അച്യുതനെയൊക്കെ പോലുള്ള ചില നേതാക്കൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിതവാദി സി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കഥാപാത്രം മലബാറിൽ ഉണ്ടായിരുന്നു. ധനികനായ, വെള്ളാപ്പള്ളി നടേശനൊക്കെ അടുത്ത കാലത്ത് ധനികനായല്ലേ. മറ്റയാൾ അന്നേ ബാങ്കറാ മിതവാദി സി കൃഷ്ണൻ. പത്രമുണ്ട്, വലിയ പത്രം. അദ്ദേഹം ഇവരുമായിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു, ഈഴവര് മുഴുവൻ ബുദ്ധമതത്തിൽ ചേരണം എന്ന് നിർദ്ദേശം വെച്ചു. പറ്റില്ല എന്നുള്ള നിലപാട് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും എടുത്തു. മിതവാദി ശ്രീകൃഷ്ണനുള്ള മറുപടിയാണ് പരിവർത്തന രസവാദം എന്ന് പറഞ്ഞ പ്രബന്ധം കുമാരനാശാന്റെ. എന്ന് പറഞ്ഞാൽ മലബാറിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് അന്ന് ഈ SNDPയുടെ കൂടെ അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇവിടത്തെ പോലെ തെക്കുള്ളതുപോലെ, പിന്നെ അവിടെയുള്ളത് തീയരും ഈഴവരെന്ന് പറയാറുണ്ടല്ലോ, അവർ കൂടിയ ആളുകളാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അവിടെ അങ്ങനെ വളർന്നില്ല ഇവിടത്തെ പോലെ. അത് പരമ്പരാഗതമായി തന്നെ അങ്ങനെയാണ്, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആ പ്രസാദ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിൻ്റെ ലേഖകൻ ചോദിച്ചത് കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ പിണറായി വിജയൻ്റെ കാലത്ത് അനുവാദം കിട്ടുമായിരുന്നല്ലോ, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമായിരുന്നല്ലോ. മറ്റേതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് UDF എപ്പോഴും മുസ്ലിം ലീഗ് എടുക്കുമായിരുന്നു. അവരുടെ ഒരു അജണ്ട തന്നെയായിരുന്നു. കാരണം E.T. മുഹമ്മദ് ബഷീറും ഒക്കെ ഭരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഈ തൃശ്ശൂരിലെ അക്കാദമികളൊക്കെ ഇല്ലേ, അക്കാദമിയിലൊക്കെ ഇവര് അവരുടെ ആളുകളും ഒക്കെ അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരില്ലാത്ത സ്ഥലത്തൊക്കെ അവർ വിദ്യാഭ്യാസത്തിൽ മുന്നേറണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. കച്ചവടത്തിൽ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ വിദ്യാഭ്യാസത്തിലുമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു സംഗതി. ഇനി മൂന്നാമതൊരു വിഷയമുണ്ട്. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വന്തം സമുദായത്തിൽ വിലയില്ലാതായിരിക്കുന്നു. കാരണം സ്വന്തം സമുദായക്കാർ BJPക്ക് കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നതായിട്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മറ്റേ ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തവണ തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടായിരിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. 20% കൂടുതൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ വന്നിരിക്കുന്ന. പാലക്കാട് 18.3 ഉള്ളൂ. ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഈ പിണറായി രാഷ്ട്രീയത്തിൻ്റെ കൂടെ അവിടുത്തെ ആലപ്പുഴയിൽ ഈഴവർ നിൽക്കുന്നില്ല. അത്രയും വലിയ അദ്ദേഹത്തിന് ആലപ്പുഴയിലുള്ളൂ. അതിൻ്റെ ഒരു പരിഭ്രമം, വിഭ്രാന്തി, ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടറിൻ്റെ മൈക്ക് തള്ളുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയം. ഈ അഡ്വക്കേറ്റ് K. ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാൾ SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ ജനറൽ സെക്രട്ടറി മാറിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് വന്നത്. ഇതേപോലെ തന്നെ SNDP യോഗത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുന്നു. ഈ രീതിയിലാണോ ഇപ്പോൾ? ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം പഴയ SNDP യോഗം ഒരു ജനകീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ അടിത്തറയിലുള്ള അങ്ങനെ ഒരു സംഗതിയല്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ സംഘടിക്കുകയുടെ SNDP ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് ഒരു കുടുംബ
യൂണിറ്റ് പോലെ SNDPയെ വാർത്തെടുത്തിരിക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഒഴിഞ്ഞാൽ അവിടെ തുഷാർ വെള്ളാപ്പള്ളി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വേറെ ആരും വരാനൊരു സാധ്യതയില്ല. കാരണം നമ്മൾ ഈ SNDPയുടെ ഇലക്ഷൻ രീതികളൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അതുമാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും പിന്നോക്കം വിദ്യാഭ്യാസത്തിൽ കിടന്നിരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ഒരു ഘട്ടത്തിൽ. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇന്ന് ഞാൻ കണക്കാക്കുന്നത് കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ, പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ്. മാത്രമല്ല പെൺകുട്ടികൾ കൂടിയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വലിയ സംഗതിയാണ്. ഇപ്പം നമ്മൾ ലീഗിന് എന്തൊക്കെ കുറ്റം പറയുമ്പോഴും അതിൽ അവർ ചെയ്തിട്ടുള്ളൊരു സേവനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇപ്പോഴും കാണുന്നില്ല. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുക, അവരെ പഠിപ്പിക്കാൻ തീരുമാനിക്കുക, പുറത്തു കൊണ്ടുപോകുക. കാരണം അവരുടെ സമുദായം വളരെ പിന്നിലായിരുന്നു, സാമൂഹ്യമായി പിന്നിലായിരുന്നു. അത് അവരുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു ജോലിയാണെന്നത്. പക്ഷേ അവരെ മതവിരോധം പറഞ്ഞിട്ടല്ലോ അത് ചെയ്യണേ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വേണം, ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണം, ആ കുട്ടികൾ മുമ്പോട്ട് പോകണം. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞത് അതിലൊരു പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ SNDP അങ്ങനെയല്ല ചെയ്തേ. SNDP സ്കൂൾ ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈഴവർ മെച്ചപ്പെടണമെന്നൊന്നും അതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ അതൊക്കെ ഒരു തരം അവരുടെ സ്ഥാപനങ്ങളായി അവരിങ്ങനെ കൊണ്ടെടുക്കുക. അതിൻ്റെ പണം, അതിൻ്റെ സാമ്പത്തികം, അതൊരു കച്ചവടമായി. അവിടെയാണ് പ്രശ്നം. ലീഗ് ഒരു പക്ഷേ അവർ ജീവിതത്തിൽ കച്ചവടക്കാരായിരുന്നു. സമുദായ അംഗങ്ങളിൽ നിന്ന് കോഴ വാങ്ങേണ്ട ആരെയും നിയമിച്ചിട്ടുള്ള SNDPയിൽ സ്കൂൾ കോളേജിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. സമുദായ സേവനം എന്നുള്ളത് പോലും ഇന്ന് SNDPയുടെ അജണ്ടയല്ല എന്ന് സാധാരണ ഈഴവരാളുകൾ മനസ്സിലാക്കി. ഇനി ഈഴവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലാതിരുന്നത് മലബാറിൽ നേരത്തെ പറഞ്ഞത് മാത്രമല്ല, മലബാറിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ SNDPയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. SNDPയെ ഇടതുപക്ഷം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. SNDP നേതാക്കന്മാർ ചരിത്രപരമായി കോൺഗ്രസ്സുകാരെ എല്ലാ കാലത്തും SNDPയുടെ MK രാഘവനായാലും KK വിശ്വനാഥനായാലും ഇവരൊക്കെ കോൺഗ്രസ് രീതിയിലായിരുന്നു. സാധാരണ ഈഴവരൊക്കെ CPMൻ്റെ കൂടെയായിരുന്നു. ഈഴവർ ജോലി ചെയ്യുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന വിഭാഗമൊക്കെ CPMൻ്റെ കൂടെയായിരുന്നു. ഇപ്പോഴൊരു പ്രശ്നം, ഇതിൽ വലിയ തോതിൽ ഒരു സവർണവൽക്കരണം ഈ താഴെത്തട്ടുള്ള വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. ഈ ജോലി എന്ന വിഭാഗക്കാരൻ്റെ ഒരു പങ്ക് ഇപ്പോൾ വിദേശ പണമോ മറ്റ് സംഗതികളോ ജോലിയോ കച്ചവടമോ ഒക്കെ ആയി ഞാൻ സവർണവൽക്കരിക്കപ്പെടുന്നു എന്ന് തന്നെ പറയുന്നത്. സവർണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വക്താവാണ് വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ലിങ്ക് മുമ്പും വലിയ ലിങ്കൊന്നും വെള്ളാപ്പള്ളി നടേശന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ലിങ്ക് ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനിൽ SNDPക്കും. കാരണം MK രാഘവനോ KK വിശ്വനാഥനോ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഈഴവരും വോട്ട് ചെയ്തിരുന്നത് CPMനാണ്. ആ ചരിത്രം അങ്ങനെയാണ്. വടക്കുവയിലും തെക്കായാലും അത്രേ ഉള്ളൂ. CPIക്ക് CPM. നേരത്തെ ആർ ശങ്കർ എത്രയോ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. വലുത് വെച്ചിട്ടുണ്ടോ? പിന്നെ ആകെ CPM ആണ് ആകെ ചെയ്തത്. SNDPയെ കൊണ്ടുവരാൻ ഗംഗാധരനെ കൊണ്ടുപോയി അവസാനം ഗംഗാധരൻ SNDP ആയി എന്നല്ലാതെ CPMിലേക്ക്. അപ്പം ഇത് കേരളത്തിൻ്റെ ചരിത്രമാണ്. ഈ ചരിത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിക്ക് ഇയാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നത്? ഇത്രയും വർഗീയത പറയുന്നത്. ഇതിനു മുമ്പ് ഒരു SNDPക്കാർ ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ടില്ല. KK വിശ്വനാഥനോ MK രാഘവനോ ആർ ശങ്കറോ ഒന്നും ഇങ്ങനെ വർഗീയത പറഞ്ഞില്ല. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത്രയ്ക്കും കടുത്ത വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കൂടെ കൂട്ടി, ഇയാളെ കൂട്ടിയാൽ എന്താ കുഴപ്പം, വയസ്സായ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ ഗുണം. അഡ്വാൻറ്റേജ് ഒരു പരിധിവരെ UDFന് കിട്ടും, വടക്ക്. തെക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നഷ്ടം രണ്ടിലും CPMനാണ് വരാൻ പോണത് എന്നുള്ളത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അത് CPM അണികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.